2023 മലേഷ്യ വഴി കംബോഡിയയിലേക്ക് പോയതാണ് മലപ്പുറം സ്വദേശിയായ റാസിഖ്. ഇദ്ദേഹം 2024 സെപ്റ്റംബർ വരെ വീടുമായി ബന്ധം പുലർത്തിയിരുന്നു. ഇദ്ദേഹത്തിന് അവിടെ എന്ത് ജോലിയാണ് ലഭിച്ചതെന്നോ എന്ത് ജോലിയാണ് ഇദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്നതെന്നോ കുടുംബത്തിന് യാതൊരു അറിവുമില്ല. അതിനിടയ്ക്ക് ഈയിടെ ഇവർക്ക് ലഭിച്ച ഒരു വീഡിയോയിൽ റാസിഖിനോട് രൂപസാദൃശ്യമുള്ള ഒരാൾ അത്ര സുഖകരമല്ലാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതായും ഇവർക്ക് അങ്ങനെ ഒരു വീഡിയോയും ലഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു വർഷമായി ഇവർ റാസിഖിനായി മുട്ടാത്ത വാതിലുകളില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനായ ദിൽഷാദും അവരുടെ അഭിഭാഷകനുമാണ് പ്രവാസ ലോകത്തോടൊപ്പം ചേരുന്നത്. റാസിഖിന് എത്ര വയസ്സായി? 27. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഓനെ +2. അതിന് ശേഷം സ്പോർട്സ് മാനേജ്മെൻറ്റ് പഠിച്ചിന്. സ്പോർട്സ് മാനേജ്മെൻറ്റ്. ഇയാൾ ഇവിടെ എവിടെയും ജോലി ചെയ്തിരുന്നു? ഓനെ എറണാകുളത്ത് പല സ്ഥലത്തായിട്ട് ജോലി ചെയ്താണ്. ചെയ്യാത്ത പിന്നെ വിദേശത്തും ജോലി ചെയ്താണ്. എവിടെ? നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിൽ ഗൾഫിൽ. എന്തിനാ അയാളെ ഇങ്ങോട്ട് പോയി? കംബോഡിയയിലേക്ക് പോയത് ഓനെ നാട്ടിലേക്ക് തിരിച്ച് വന്ന് പിന്നെ ജോലി പല സ്ഥലത്തും ജോലി അന്വേഷിച്ചിന്. കംബോഡിയയിൽ എന്ത് ജോലി സാധ്യതയുള്ളൂ? കംബോഡിയയിൽ എന്താ അറിയില്ല, വേറെ സ്ഥലത്തൊക്കെ ജോലിക്ക് അന്വേഷിച്ചപ്പോൾ ഈ വിസക്കൊക്കെ എത്ര 1.5 ലക്ഷം 2 ലക്ഷമൊക്കെ വന്ന്. കംബോഡിയയിൽ അത്തരത്തിലുള്ള മലയാളികളോ അല്ലെങ്കിൽ ഒരു ജോലി സാധ്യതകളോ ഒന്നുകൊണ്ടൊന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. പുതിയതായുള്ള പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്തരത്തിലേക്കുള്ള ഒരു അൺനോൺ ഡെസ്റ്റിനേഷനിൽ പോയിട്ട് ആണിപ്പോൾ ഇത് സംഭവിച്ചുള്ളത്. ഇതെങ്ങനെ സംഭവിച്ചതെന്ന് പറ. അത് ഓന് ഈ കുടുംബക്കാരോടൊക്കെ കുറേ ആൾക്കാരോട് ജോലി അവൻ ചോദിച്ച് അന്വേഷിച്ചിനി. അപ്പോൾ വല്ല ആരോ എന്താ പറയുക ജോലി എന്താ വിദേശത്തേക്ക് ഔടുക്കുമ്പോഴൊക്കെ കുടുംബക്കാർ കുറേ ആൾക്കാർ ചങ്ങായിമാരോടൊക്കെ ജോലി അന്വേഷിച്ച് ചോദിച്ച് നടന്നിട്ടു ആരും ജോലി എന്താ പറയുക അവനക്ക് റെഡിയാക്കി കൊടുത്തില്ലേ. വിസ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്യാനതൊന്നും പോലെ ആര് സഹായങ്ങളും ചെയ്തില്ല. അവസാനം പിന്നെ കുടുംബക്കാരും കണ്ട് പിന്നെ ഓനെ സ്വയം കണ്ടെത്തിയാട് ഓൻ പോയതാണ് ജോലിക്ക്. നിങ്ങളെന്താ ചെയ്യുന്നു? ഞാൻ സാഫി കോളേജിൽ ജ്യൂസ് മേക്കറായിട്ട് വർക്ക് ചെയ്യാം. എത്ര മക്കളാ? 2 മക്കൾ. അത് നിങ്ങൾക്കല്ലേ? നിങ്ങൾ രണ്ടുപേരുള്ളൂ? ആ, 2 ആൺകുട്ടികളാണ്. വാപ്പ എന്ത് ചെയ്യണം? വാപ്പക്ക് പണിയൊന്നുമില്ല പ്രത്യേകിച്ച്. ഇപ്പോൾ അപ്പോൾ നിങ്ങൾ ആണ് വരുമാന മാർഗം. ആ, ഇയാളിപ്പോൾ പോയിട്ട് എത്ര കൊല്ലം എക്സാക്റ്റ്? 2.25 കൊല്ലം. 2.25 കൊല്ലമായി. എത്ര കാലം വരെ ഇയാളെ ലാസ്റ്റ് ഉണ്ട്? 1.25 കൊല്ലം വരെ ബന്ധമുണ്ടായിനി. അതുണ്ട്. 1 കൊല്ലമായിട്ടും തിരിച്ചു വരാനൊന്നും ശ്രമിച്ചില്ല. പിന്നെ അതിൻ്റെ വിസ 1 കൊല്ലമാണ് ഓലെ വിസ കാലാവധി പറഞ്ഞിനി. അതിൻ്റെ ശേഷം പിന്നെ 2-ാം കൊല്ലം പിന്നെ വിസ പുതുക്കിയോൻ പറഞ്ഞിനി. പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞ് അങ്ങോട്ട് റിട്ടേൺ വരാൻ നിൽക്കുന്നത്. അതിൻ്റെ ശേഷമാണ് വിളികളും കാര്യങ്ങളൊന്നും ഇല്ല എന്നത്. 1 കൊല്ലമായിട്ട് അതൊരു ബന്ധമില്ല. സെപ്റ്റംബർ 4 വരെ ബന്ധം താമസിച്ചത് ഞങ്ങളെ കാണാൻ? ഞങ്ങളെ കാണാൻ താമസിച്ചത് എനിക്കിതിൻ്റെ യാതൊരു വിവരവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇസാഖ് വക്കീലാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തന്നത്. വക്കീൽ എന്താ പറയുള്ളത്? ഇവർ എൻ്റെ നാട്ടുകാരനാണ്. വാഴക്കാട് പഞ്ചായത്തിലെ ആക്കോട് എന്ന് പറഞ്ഞ പ്രദേശത്താണ്. അപ്പോൾ ഇവർ 2023 ജനുവരി 26-ാം തീയതി വിദേശത്തോട്ട് കടന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇവർ കംബോഡിയക്കാണ് പോയതെന്ന് അറിയില്ല. പിന്നെ അവരുടെ വിസ മറ്റുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണ ശേഷമാണ് കംബോഡിയക്ക് ഒരു വിസയുടെ കോപ്പി അവരുടെ ഫ്രണ്ട് മുഖേന നമുക്ക് കിട്ടാൻ സാധിച്ചത്. ഇവർ ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് ഒരു ഉമ്മയായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് വാട്സാപ്പിലൂടെ. അങ്ങനെ 2024 സെപ്റ്റംബർ 4-ാം തീയതി അവസാനമായിട്ട് കോൺടാക്ട് ചെയ്ത്. ആ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് വന്നിട്ട് അവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും വിസ പുതുക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ലാസ്റ്റ് സംസാരിച്ചത്. അതിൻ്റെ ശേഷം ഇവർക്ക് അങ്ങോട്ടേക്കും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല, അവിടെ ഇങ്ങോട്ടേക്കും ബന്ധങ്ങൾ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഇവരുടെ ഫാമിലി, ഇവരുടെ ഉമ്മ പ്രായം കൊണ്ട് അസുഖമുള്ള ആൾക്കാരാണ്, ഉപ്പയും അങ്ങനെ തന്നെ. അപ്പോൾ അവർ നാട്ടുകാരായിട്ട് കുറേ ചർച്ച ചെയ്തിരുന്നു. ഒരു സുപ്രഭാതത്തിൽ അവരെന്നെ സമീപിച്ചു, അവിടെ കസിൻ്റെ അനുവാദത്തോടെ. അങ്ങനെയാണ് ഞങ്ങൾ വന്നിട്ട് ഫസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളൊരു ഐഡിയയിലോട്ട് എത്തിയത്. പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് വിദേശത്ത് ആളെ കാണാത്ത വിഷയം കൊണ്ട് അവർ സ്റ്റാർട്ടിങ്ങിൽ വന്നിട്ട് 5 പ്രാവശ്യത്തോളം ഇവിടെ കംപ്ലയിൻറ്റ് വന്നിട്ട് സ്വീകരിച്ചിട്ടില്ല. പല അഭിപ്രായങ്ങളും പറഞ്ഞ് അവരെ മടക്കി വെച്ചതാണ് ഉണ്ടായത്. അത് നിങ്ങൾ എംബസിക്ക് ഡയറക്റ്റായിട്ട് മെസ്സേജ് കൊടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോലീസുകാർ വന്നിട്ട് ഫസ്റ്റ് കാര്യങ്ങളെല്ലാം നിരസിച്ച് മുമ്പോട്ട് പോയതാണ്.
അങ്ങനെയാണ് പിന്നെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾ തന്നെ SP ഫോണിലൂടെ SP ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ വാഴക്കാട് പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ട് വീണ്ടും പരാതി കൊടുത്ത് ആ പരാതി 2024 ഡിസംബർ മാസം 12-ാം തീയതി സെക്ഷൻ 50 പോലീസ് ആക്ട് 57 പ്രകാരം വന്നിട്ട് FIR രജിസ്റ്റർ ചെയ്തു. അതിൻ്റെ ശേഷമാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു കറക്റ്റായിട്ടൊരു മുമ്പോട്ട് പോകാമെന്നുള്ള രീതിക്ക് എത്തിച്ചേരാൻ പറ്റിയത്. പിന്നെ ജനുവരി മാസം CMO ഓഫീസിലോട്ട് ഞാൻ മെയിൽ അയച്ചു, ഈ മിസ്സിംഗ് കേസ് ഒന്ന് റിപ്പോർട്ട് ചെയ്തു. തുടർന്ന് അതേ മാസം തന്നെ അവർ നോർക്ക റൂട്ട്സിലോട്ട് റിപ്പോർട്ട് കൊടുത്തു. അംബാസഡർ കംബോഡിയക്ക് മെസ്സേജ് പോയതാണ്. പിന്നെ അതിൻ്റെ അന്വേഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് ക്രൈം ബ്രാഞ്ചിൽ നിന്ന് സൂപ്രണ്ട് ഓഫ് പോലീസിന് കിട്ടിയത് അവർ യെല്ലോ കോർണർ നോട്ടീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എംബസിയുമായിട്ട് ബന്ധങ്ങൾ പുലർത്തുന്നുണ്ട്. ഒരു 4 മാസം മുമ്പ് വരെ നമുക്ക് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ പ്രകാരം അവർ കംബോഡിയ എന്ന സ്ഥലത്തുണ്ട്. കംബോഡിയയിലുണ്ട്. ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അവർ തന്നെ സഹായങ്ങളെല്ലാം കൊണ്ടുവന്നത്. ഇപ്പോൾ കംബോഡിയയിലുണ്ട്, ആൾ കംബോഡിയയിലുണ്ട്. പക്ഷേ എവിടെയാണ് എന്ന് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എംബസിക്ക് അറിയില്ല. എംബസിയുടെ വിവരങ്ങൾ നമുക്ക് ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ പോലീസ് ഇൻഫർമേഷൻ പ്രകാരം കംബോഡിയ എന്ന സ്ഥലത്തുണ്ട് എന്നാണ്. ലൊക്കേഷൻ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. ഐഡൻറ്റിഫൈ ചെയ്യുന്നതായിട്ട് റിക്വസ്റ്റ് കൊടുത്തുകൂടെ? അത് നമ്മൾ റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു അഭിമുഖത്തിനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത് വന്നിട്ട് തുടർന്ന് പോവാണ്. കാരണം അവിടുത്തെ എംബസി അപ്രോച്ചബിളാണ്. കാരണം ഹ്യൂജ് കേസസ് ഇല്ലല്ലോ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എല്ലാ ഏരിയയും കൊടുത്തിട്ടുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അവിടുത്തെ എംബസിക്ക് ഡീൽ ചെയ്യാൻ എളുപ്പമാണ്. കാരണം ഇപ്പോൾ മസ്കറ്റിലെയോ സൗദിയിലെയോ ദുബായിലോ എംബസി പോലെയല്ല, സ്മോൾ എംബസി ആയിരിക്കും. ഈ പ്രവാസികൾ വളരെ കുറവായിരിക്കും. വളരെ കുറവായിരിക്കും സൗദി. പ്രവാസികൾ കുറവാണ്. അതുപോലെ വന്നിട്ട് അവർ ഉള്ള പ്രവാസികളായിട്ടുള്ള ബന്ധങ്ങളും കുറവാണ്. പരസ്പര പരിചയങ്ങൾ കുറവായിരിക്കും. ഈ വിഷയത്തിൽ ഒന്ന് ഇത്രയും ടൈം എടുക്കാനുള്ള പൊതുവെ ഈ ഫാർ ഈസ്റ്റിൽ മലേഷ്യ സിംഗപ്പൂരൊക്കെ പോകാതെ വളരെ കുറപ്പിലാണ് അടുത്ത കാലത്താണ് ഈ മൈഗ്രേഷൻ തുടങ്ങുന്നത് അല്ലേ? മൈഗ്രേഷൻ. ഇനിയിപ്പോൾ നമ്മളെന്താ വഴികൾ ആലോചിക്കുന്നത്? ഇവർ പോയ മാർഗങ്ങളൊന്നും ഇവർക്ക് അറിയത്തില്ല. ഏത് ട്രാവൽ ഏജൻ്റാണ് വിസ തരപ്പെടുത്തി കൊടുത്തത്, ആരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെ ഒത്തിരി പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കംബോഡിയ പോലുള്ള നാട്ടുകളിൽ വന്നിട്ട് ഈ സൈബർ സ്കാമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. പക്ഷെ ഇവരിലോട്ട് എത്തിപ്പെടാൻ യാതൊരു ഈസി മാർഗങ്ങളും കാണുന്നില്ല. ഈ ആളുകൾ കൊണ്ടുപോയ ഏജന്റുമായിട്ട് ഇവരുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനില്ല. ഇവർ എങ്ങോട്ടാണ് പോയത്, ആരാണ് വിസ കൊടുത്തത്, വിസക്കാരാണ് പൈസ കൊടുത്തത്, ടിക്കറ്റ്. ഇതൊക്കെ കുടുംബക്കാരന്വേഷിച്ചില്ല എന്നുള്ള വലിയൊരു അപകടമായിരുന്നു. അല്ല, ഇവര് ഈ കുട്ടി ഇൻഡിപെൻഡന്റ് ആയിട്ടല്ലോ ഇതൊക്കെ ചെയ്തത്. അല്ലാണ്ട് ഇവരൊന്നും അറിയില്ല. പൊതുവെ മറ്റുള്ളവരുമായിട്ട് സമ്പർക്കം പുലർത്തുന്നത് കുറവാണ്. അവരുടെ ഫ്രണ്ട് സർക്കിളിലും കൂടി ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യാത്തൊരു ഒരു പ്രത്യേക ക്യാരക്ടറിലൂടെ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് ഈ കേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് പാസ്പോർട്ട് നമ്പർ വരെ ഒന്നും അറിയില്ല, പാസ്പോർട്ടിൻ്റെ കോപ്പിയില്ല. ഞാൻ തന്നെ അവരുടെ റൂം വന്നിട്ട് ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും മേശൻ്റെ മുന്നിൽ പൊളിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഒരു സുപ്രഭാതത്തിലൊരു രാത്രി അല്ലേ ഇത് കൊണ്ടുവന്നത്. ഞാൻ ചോദിക്കുന്നത്, വൈ ഡോണ്ട് യു ഗോ ടു ദിസ് കംബോഡിയ? നമ്മൾ അതിനുള്ള പ്ലാൻ തുടങ്ങുന്നുണ്ട്. അതാണ് ഫാമിലി ആയിട്ട് ചർച്ച ചെയ്ത്, അതായത് എംബസിയുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി ഒരു പെർമിഷൻ വാങ്ങിച്ചിട്ട് ആ പെർമിഷൻ റിട്ടേൺ ആയിട്ട് വാങ്ങിച്ചിട്ട് യു കീപ്പ് ഇറ്റ് ആൻഡ് യു ട്രാവൽ. കാരണം ഇവിടുന്ന് അത്ര വലിയ പൈസ ഒന്നുമില്ല. അവിടെ വിസ ഓൺ അറൈവലാണ്. അല്ല, ഓൺ അറൈവൽ മാത്രമല്ല, ഞാൻ പറഞ്ഞ ട്രാവലും അത്ര കുറവാണ്. ഡൽഹിയിൽ പോയാൽ എംബസി ഉദ്യോഗസ്ഥന്മാർ, നമ്മളെ MP-മാർ ബ്രിട്ടാസൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെട്ടാൽ നമ്മുടെ നാട്ടിലെ MP-ക്കും ഈ വിവരങ്ങൾ നമ്മൾ കൊടുത്തതാണ്. അവരും E.T. മുഹമ്മദ് ബഷീർ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അവരും കറക്റ്റായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടുണ്ട്. അവരിലൂടെ വന്നിട്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റേഷനും വന്നിട്ട് ലെറ്റർ പോയതാണ്. അപ്പം എല്ലാ മേഖലയും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് റിസോൾട്ട് എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കൊടുക്കാനുള്ള ലോക്കൽ പോലീസ് സ്റ്റേഷൻ സാമ്പത്തികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുള്ള, സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. അവരൊരു അസുഖബാധിതരാണ്. ഈ വിഷയത്തിൽ അവർ നല്ല കാര്യമായിട്ട് തളർന്നുകൊണ്ടിരിക്കുക. വക്കീൽ വലിയൊരു കാര്യമാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.
ഇങ്ങനെ ഒന്ന് പ്രൊസീഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് ഇതായിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ ആളുകളോട് നമ്മൾ ഇത് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ ഒന്നും മലയാളികൾ സജീവമല്ലാതെ കാണുന്നവരാവില്ല. അവിടെ അങ്ങനെ നമ്മൾ അന്വേഷിച്ച ഇത് നോക്കുമ്പോൾ അവിടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മ, അങ്ങനത്തെ ഒരു കൂട്ടായ്മ നമുക്ക് മലയാളികൾ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും കംബോഡിയയിൽ മലയാളികളുണ്ടെങ്കിൽ ഈ കേസ് ഒന്ന് കേൾക്കണം. കംബോഡിയയിലെ മലയാളികളുടെ കുടുംബ ബന്ധുക്കളുണ്ടെങ്കിൽ അവരോട് പറയണം. നിങ്ങൾ കംബോഡിയയിലുള്ള മക്കളോട് പറയണം, ഇങ്ങനൊരു കേസുണ്ട്, കംബോഡിയയിൽ ഇത്തരത്തിലുള്ള ചതി നടക്കുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഒരാളെ കാണാതായിട്ടുണ്ട് എന്നൊക്കെ ഒന്ന് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഇയാളെ കണ്ടെത്താൻ വേണ്ടുന്ന സഹകരണങ്ങൾ കംബോഡിയൻ മലയാളികളിൽ നിന്നുണ്ടാവണം. എംബസി വളരെ ഉദാരമായിട്ടുള്ള ഒരു നിലപാട് ഈ കേസിൽ ഉണ്ടാവണം. വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു മുൻ ചരിത്രമുണ്ട്. കംബോഡിയയായിട്ട് ഞങ്ങൾ ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവരാണല്ലോ, ഒരു രാഷ്ട്രമൊന്നുമല്ല. വളരെ അജ്ഞാതമായ അറിയപ്പെടാത്ത രാജ്യങ്ങളിലുള്ളവരെ പോലും അഭിലാഷിനെ ഞങ്ങൾ കൂടുന്നതാണ് കംബോഡിയയിൽ ഒരു സംഘടന ഉണ്ട്, LWC. അവരോടാണുള്ള റിക്വസ്റ്റ്. അവർ ഇത് കണ്ടിട്ട് ഈ ഹക്ക് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹക്കിന് വേണ്ട എല്ലാ സഹായങ്ങളും ഈ സംഘടന ചെയ്തു തരും, യാതൊരു സംശയമില്ല. അത് വേണ്ടതൊക്കെ റഫീഖിന് അറിയാം. റഫീഖ് അതിലൊരു എക്സ്പെർട്ടാണ്, റഫീഖ് ചെയ്തു തരും. പിന്നെ റഫീഖ് ഇൻ്റർനാഷണലൊക്കെ ആയിട്ട് യാതൊരു ബന്ധമുള്ള ആളാണ്, ILO ആയിട്ട് ബന്ധമുള്ള ആളാണ്. അവരായിട്ടുള്ള സഹകരണത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും. ഇതൊക്കെയാണ് നമുക്കിതിൽ ചെയ്യാനുള്ളൂ. മോനെ മനസ്സിലായില്ലേ? വീട്ടിൽ പറയാം, എന്തായാലും അതിൽ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ആക്കി.